എസ് രാഗിൻ കൊച്ചിയിൽ നമുക്ക് പോകേണ്ടത്. രാഗിൻ, കൊച്ചി ഒരു വളരെ പ്രധാനപ്പെട്ടൊരു പ്ലേസ് ആണല്ലോ, പ്രത്യേകിച്ച് UDF സംബന്ധിച്ചാണ് അത് വളരെ പ്രധാനപ്പെട്ട പ്ലേസായി മാറുന്നത്. ഇപ്പോൾ ശ്രീ NMPS പറഞ്ഞ പോലെ പെരിയായി ഉൾപ്പെടെ 3 സീറ്റ് എന്ന നിലയിൽ വിജയിച്ചാൽ പോലും അത് LDF അവിടെ നേട്ടമാണ്. UDF ക്യാമ്പിന്റെ പ്രതീക്ഷ എന്താണ്? സൂചിപ്പിച്ചതുപോലെ UDF സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട മേൽക്കൈയുള്ള ഇടമാണ് എറണാകുളം ജില്ല. 14 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. കഴിഞ്ഞ തവണ 9 ഇടത്ത്, അതായത് LDF വലിയ മുന്നേറ്റം നടത്തി ഭരണം പിടിച്ചപ്പോഴും അവിടെ 9 സീറ്റ് UDF നേടാൻ കഴിഞ്ഞു. 5 സീറ്റാണ് LDF ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ UDF സംബന്ധിച്ചിടത്തോളം 14 ജയിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ UDF വ്യക്തമാക്കുന്നത് 9 സീറ്റ് നിലനിർത്താൻ കഴിയും. അതോടൊപ്പം തന്നെ LDF കയ്യിലിരിക്കുന്ന 5 സീറ്റുകളിലേക്ക്, അതിൽ പലതിലേക്കും കടന്നു കയറാൻ കഴിയും എന്നതാണ്. അതിലൊരു കാര്യം, ഈ ഇപ്പോൾ നിലവിൽ LDF കയ്യിലിരിക്കുന്ന 5 സീറ്റുകളിൽ ശക്തമായിട്ടുള്ള മത്സരമുണ്ട്. അത് കൊച്ചിയാണെങ്കിലും വൈപ്പിനാണെങ്കിലും കളമശ്ശേരിയാണെങ്കിലും കുന്നത്തുനാറാണെങ്കിലും അതോടൊപ്പം തന്നെ കോതമംഗലത്താണെങ്കിലും ഈ 5 ഇടത്തും ശക്തമായിട്ടുള്ള മത്സരമുണ്ട്. അതിൽ കൂടുതൽ ഇപ്പോൾ LDF പ്രതീക്ഷ വയ്ക്കുന്നത് വൈപ്പിൻ, കളമശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിലാണ്. LDF അത് നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ അതിൽ ജയിച്ചു വരാൻ കഴിയും എന്ന് ഉറപ്പിക്കുന്നത്. കൊച്ചിയിലും LDF പ്രതീക്ഷയുണ്ട്. പക്ഷേ കുന്നത്തുനാടിനെ സംബന്ധിച്ചിടത്തോളം LDF ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് 6000 ചില്ലാൻ വോട്ടുകൾക്ക് പിറകിലാണ് എന്ന ഒരു വിലയിരുത്തലാണ്. പക്ഷേ PV ശ്രീനിജിനെ അടക്കം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ ജയിക്കും എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമായി രംഗത്ത് വന്നു. കോതമംഗലം പരമ്പരാഗതമായി UDF സ്വാധീനമുള്ളിടത്താണ്. പക്ഷേ കഴിഞ്ഞ 2 തവണയായി ആന്റണി ജോൺ CPM അവിടെ ജയിക്കുകയാണ്. അപ്പോൾ അവിടെ അടക്കം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്വാധീനം മാത്രമല്ല, പരമ്പരാഗതമായിട്ട് UDF സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഇടമാണ്. അത് കൊച്ചിയാണെങ്കിൽ പോലും, കൊച്ചി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ പോലും. അപ്പോൾ അവിടെയൊക്കെ കൂടുതൽ മുന്നോട്ട് വരാൻ കഴിയും. അപ്പോൾ UDF ഇപ്പോൾ ഏറ്റവും കാച്ചിക്കുറുക്കിയ ഏറ്റവും അവസാനം ഒരു കണക്കിലേക്ക് എത്തുന്നത് അതിൽ 9 നിന്ന് കൊച്ചി പിടിക്കാൻ കഴിയുമെന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുന്നത്തുനാടും അതോടൊപ്പം കോതമംഗലവും ഈ സീറ്റുകളിലേക്ക് എത്താൻ കഴിയുമെന്നതാണ്. പക്ഷേ കൊച്ചി ഇപ്പോഴും ഒരു ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ഭൂമികയാണ്. അവിടെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് സ്വാധീനം ചെലുത്തും. ലത്തീൻ വോട്ടുകൾക്കടക്കം നിർണായക സ്വാധീനമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പാറ്റേൺ ഒക്കെ തന്നെ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സമഗ്രാധിപത്യം നൽകിയ ഒരു മേഖല കൂടിയാണ് കൊച്ചി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി, എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കഴിഞ്ഞ 2 തവണയായി KJ മാക്സിക്കൊപ്പമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ സഭയുടെ നിലപാടടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. സഭയ്ക്ക് അവിടെ വലിയ ഡോമിനൻ്റ് ആയിട്ടുള്ള വോട്ട് ഷെയർ ഉണ്ട്. അപ്പോൾ ഇതടക്കം എങ്ങനെയായിരിക്കും ഈ സാമുദായിക ഘടകങ്ങളൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുക എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും കൊച്ചിയുടെ കണക്കുകൾ. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ LDF മുന്നിലുണ്ട്. LDF സംബന്ധിച്ചിടത്തോളം ഈ കണക്കാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ശരി, കൊച്ചി പഴയ കൊച്ചിയാണോ അതല്ല എറണാകുളം ജില്ലയിൽ വലിയ മാറ്റങ്ങളുണ്ടോ കാര്യത്തിലൊക്കെ ഒരു വ്യക്തമുണ്ട്. പക്ഷേ ഒരല്പം എഡ്ജ്, ഒരല്പം മുന്നേറ്റം ഇപ്പോൾ അത് പകുതിക്കപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം എന്നില്ല. പക്ഷേ 2, 3, 4 സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിഞ്ഞാൽ, ആ നിലയിൽ തുടരാൻ കഴിഞ്ഞാൽ അത് LDF സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും. അതേസമയം ഒരു ക്ലീൻ സ്വീപ്പാണ് UDF എറണാകുളം ജില്ലയിലാകെ പ്രതീക്ഷിക്കുന്നത്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.